അല്ല ഗൈസ്, ഇന്ന് നമ്മുടെ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ മീനിൻ്റെ മുട്ടയില്ലേ, നമ്മുടെ മത്തീൻ്റെ ഉള്ളിലുണ്ടാവുന്ന പഞ്ഞില് എന്നൊക്കെ പറയില്ലേ, ആ സംഭവം വെച്ചിട്ട് ഒരു കിഡിലെ ഐറ്റം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ കൂട്ടാൻ മറക്കല്ലേ. മുട്ട എന്ന് പറയുന്ന സംഭവം നമുക്ക് എപ്പോഴും കിട്ടാത്തൊരു ഐറ്റമാണ്, ചില സീസണിൽ മാത്രം കിട്ടുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് ഭയങ്കര ഒരു സ്പെഷ്യലാണ് ഈ സാധനം എന്ന് പറയുന്നത്. കിട്ടുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ചെയ്യുക മീൻ പൊരിക്കുന്ന പോലെ കായൊക്കെ തേച്ചിട്ട് പൊരിക്കാറില്ല. അതൊന്ന് മാറ്റി പിടിച്ചിട്ട് ഇതുപോലെ ചെയ്ത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ഞിലേ ഉള്ളൂ കേട്ടോ, കൂടുതലായിട്ടൊന്നും ഇല്ല. അതിലോട്ട് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, വിനാഗിരിയും കറിവേപ്പിൻ്റെലും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ കൈ വെച്ചിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ഈ പഞ്ഞില് ഒരു വഴുവഴുപ്പുള്ളതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം മസാല ഇട്ടിട്ടുണ്ടെങ്കിലും അതിൽ പിടിക്കാത്ത പോലെ ഇങ്ങനെ തോന്നില്ല. നിങ്ങൾ ഇതിൽ മസാല പിടിച്ചിട്ടില്ല എന്ന് വിചാരിക്കരുത്. ഇത് എത്ര മസാല ഇട്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ കായം തേച്ചിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ വാഴേൻ്റെ ഇലയില്ലേ, വാഴേൻ്റെ നാരും ഇലയും നമ്മൾ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം ഗ്യാസിൽ വെച്ചിട്ട് നല്ലതുപോലെ വാട്ടിയെടുക്കാം. എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിത് ഇങ്ങനെ പൊട്ടിയിട്ട് ഉള്ളിൽ നിന്ന് പഞ്ഞിലൊക്കെ പുറത്തോട്ട് ചാടുന്നത് കൊണ്ടാണ് നമ്മളിത് വാട്ടിയിട്ട് എടുക്കുമ്പോൾ നല്ലതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് പൊതിഞ്ഞെടുക്കാൻ പറ്റും. ചെയ്യുമ്പോൾ ആകെയുള്ള സങ്കടം എന്താ വെച്ചാൽ ഇത് ആകെ കുറച്ചേ ഉള്ളൂ, കുറേ കഴിക്കണം, അപ്പോഴേ ഒരു നാക്ക് ഉണ്ടാവുള്ളൂ. തോനെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോഴല്ലേ രസം. ഇതിപ്പോൾ നമ്മൾ കുറച്ച് 2-3 വായ കഴിക്കുമ്പോൾ തന്നെ ഇത് തീരും. ഇതിപ്പോൾ എന്തായാലും ഇങ്ങനെ പോട്ടെ, തോനെ കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാമല്ലോ അല്ലേ. ഇനി മാറുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അപ്പോൾ നമുക്ക് ഈ ഇലയിലോട്ട് നമ്മുടെ മസാല തേച്ച് വെച്ചിട്ടുള്ള പഞ്ഞിലുകുട്ടന്മാരൊക്കെ നമുക്ക് നിരത്തിയിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ പൊതിഞ്ഞ് നമ്മുടെ വാഴേൻ്റെ നാരും വെച്ചിട്ട് കെട്ടിയെടുക്കാം. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെലും കൂടെ ഇട്ടിട്ടുണ്ട്. കറിവേപ്പിലേൻ്റെ സ്മെല്ല് എന്ന് പറയുന്നത് സൂപ്പറാണല്ലോ. എനിക്ക് എല്ലാത്തിലും കുറച്ച് കറിവേപ്പില വാരിക്കോരി ഇടുന്നത് കുറച്ച് ഇഷ്ടമാണ്. നാര് വെച്ചിട്ട് നല്ലതുപോലെ അത് ഇതുപോലെ കെട്ടിക്കൊടുക്കാം. പുറത്തോട്ട് പോവാത്ത രീതിക്ക് തിരിച്ചു മറിച്ചിടുമ്പോൾ ഇത് കെട്ടഴിഞ്ഞിട്ട് പോവാത്ത രീതിക്ക് നല്ലതുപോലെ കെട്ടിയിട്ട് സെക്യൂർ ആയിട്ട് വെക്കാം. അടുപ്പിലോട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് നമ്മുടെ പഞ്ഞിലിനെ അതിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് തിരിച്ചു മറിച്ചിട്ട് ലോ ഫ്ലെയിമിൽ നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കുക. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ കനലടുപ്പിൽ ചുട്ടെടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ കനലടുപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിത് ഗ്യാസിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. കനലിൽ ചുട്ടെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കെട്ടയച്ച് വെക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ, കൈ കൊള്ളുന്നുണ്ട്. ആറുന്നത് വരെയുള്ള ക്ഷമ ഇല്ലാത്തതുകൊണ്ട് തന്നെ ചൂടോടെ കൂടി തുറക്കുമ്പോഴേ നമുക്കതിൻ്റെ ആ സ്മെല്ലൊക്കെ അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിതാ ചൂടോട് കൂടി തുറന്നിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഇരിക്കും കേട്ടോ, നല്ലതുപോലെ വെന്തിട്ടൊക്കെ ഉണ്ട്, സൂപ്പർ സ്മെല്ലുമാണ്. അപ്പോൾ ഈ ചൂടോടെ ഞാനിതെടുത്തിട്ട് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ കൂട്ടാൻ മറക്കണ്ടേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.